സംസ്ഥാനത്ത് വേനൽ മഴയിൽ 2 മരണം. കോഴിക്കോട് ചാത്തമംഗലത്ത് വീട്ടമ്മ മിന്നലേറ്റ് മരിച്ചു. ഇടുക്കിയിൽ കനത്ത മഴയിൽ കല്ലും മണ്ണും ദേഹത്ത് വീണ് തമിഴ്നാട് സ്വദേശി അയ്യാവാണ് മരിച്ചത്. മുണ്ടക്കയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മിന്നലേറ്റു. ഇന്ന് 6 ജില്ലകളിലും നാളെ 4 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യവെയാണ് ഇടുക്കി അയ്യപ്പൻ കോവിൽ സുൽത്താനിയായിൽ താമസിക്കുന്ന അയ്യാവു മരിച്ചത്. കല്ലും മണ്ണും ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ചാത്തമംഗലം താത്തൂർ എറക്കോട്ടുമ്മൽ ഫാത്തിമയാണ് മിന്നലേറ്റു മരിച്ചത്. വൈകിട്ടോടെയായിരുന്നു അപകടം. ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ ഇടിമിന്നലിൽ ഇടുക്കി നെടുങ്കണ്ടത്തും തിരുവനന്തപുരം വെള്ളറയിലും വീടുകൾ തകർന്നു. ഇടുക്കിയിൽ പ്രകാശ് ഗ്രാം പാറയിൽ ശശിധരന്റെ വീടും വെള്ളറട കിളിയൂരിൽ സത്യരാജിന്റെ വീടുമാണ് തകർന്നത്. പാലക്കാട് അമ്പലപ്പാറയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. മുണ്ടക്കയത്ത് വരിക്കാനിയിലെ തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്ക് മിന്നലേറ്റു. 8 പേർക്കാണ് മിന്നലേറ്റത്. കൊച്ചിയിലും പത്തനംതിട്ടയിലും വിവിധയിടങ്ങളിൽ പരക്കെ വേനൽ മഴ ലഭിച്ചു. ശക്തമായ മഴയിൽ പത്തനംതിട്ട കനറ ബാങ്ക് ശാഖയിലും ATMിലും വെള്ളം കയറി. നല്ലൊരു മഴ പെയ്തു. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് മുമ്പ് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. വേനൽ മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റുമാണ് മഴയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കന്യാകുമാരി തീരത്ത് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം.